ഹായ് ഗൈസ്, കുട്ടാപ്പി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച്. കാരണം വേറൊന്നുമല്ല, ഇത് എൻ്റെ ഒരു മീൻകുളമാണത്. ഒരു 10,000 ലിറ്റർ വെള്ളം ഇപ്പം തന്നെ നിലവിൽ എൻ്റെ അകത്തുണ്ട്. പക്ഷേ സ്ഥിതി ഭയങ്കര മോശമാണ്. കാരണം 4 ദിവസമായെന്ന് മീനിന് തീറ്റ എടുത്തിട്ടും പിന്നെ വെള്ളം അപ്പാടെ കലങ്ങിയിരിക്കുന്നു. അത് 2 ബക്കറ്റ് കാണുന്നത് അതാണെങ്കിൽ ഫിൽറ്ററാണ്. അതിലൊരു ഫിൽറ്ററിൻ്റെ മോട്ടർ അടിച്ചും പോയി. അത് കാരണം വെള്ളം ആപ്പാടെ മൊത്തം വൃത്തികേടായിട്ടിരിക്കുന്നു. മീനിനെ ഒന്ന് മേളിൽ കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഒന്ന് വൃത്തിയാക്കി പുതിയ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ക്ലിയർ ചെയ്യാനുള്ളൊരു പരിപാടിയിലേക്കാണ് ഇന്നത്തെ. ഇത് വൃത്തിയാക്കി വന്ന് മീനിനെ ഒന്ന് പഴയ രീതിയിൽ ഒന്ന് കണ്ടാൽ മാത്രമേ നമുക്കൊരു ഒരു മനസ്സിനൊരു ഇതുള്ളൂ. ഇവിടെ നിന്ന് എല്ലാവർക്കും അത് തന്നെ. എന്നാൽ ഞാനിനി പറഞ്ഞ് ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇതാണ് ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഇത് വലിയ ബക്കറ്റ്, അത് ചെറിയൊരു എണ്ണമായിരുന്നു. അതായിരുന്നു നമ്മൾ ആദ്യം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇരുന്നത് വെയിൽ കൊള്ളുന്ന കാരണം പ്ലാസ്റ്റിക് അല്ലേ പൊടിഞ്ഞ് അങ്ങനെ പോയതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ഒരെണ്ണം വെച്ചത്. കാരണം ഇത്രയും വെള്ളം ഉള്ളത് കൊണ്ട് ഫിൽറ്റർ ആവാനും വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ രണ്ടാമത് വലുത് വെച്ചത്. അപ്പുറത്തേതും മാറ്റണം, അതും നമുക്ക് ഇത് വലുത് തന്നെ വെക്കണം. പമ്പ് ഒക്കെ സെയിമാണ്, പക്ഷേ ഇത് വർക്കിംഗ് കണ്ടീഷൻ അല്ല. ഇതിൻ്റെ പമ്പാണ് കേടായി പോയത്. 4 ദിവസമായി ഇത് പമ്പ് കേടായിട്ട്. അത് കാരണം ഈ പമ്പ് കേടായതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ് ഇപ്പം വെള്ളത്തിന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഒരു പമ്പിന് മാത്രം ഫിൽട്രേഷൻ നടക്കുന്നില്ല. അഴുക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. വെയിൽ നല്ലപോലെ ഉണ്ട്. അതിനനുസരിച്ച് വെയിലിൻ്റെ ചൂടും അതിഭയങ്കരമാണ്. നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ വെയിൽ. അങ്ങനെ അപ്പം ഇത് നമുക്ക് ഈ മോട്ടർ വെച്ച് അടിച്ച് കളയാനാണ് നമ്മൾ എപ്പോഴും ഇതുകൊണ്ടാണ് അടിച്ച് കളയുന്നത്. നമ്മൾ എല്ലാം മൊത്തത്തിൽ പഴുക്കായി കിടക്കുക. ഫിൽറ്റർ ആവുന്ന പോലും ഇല്ല. മൊത്തം ഇതായിട്ട് അഴുക്കാണ്. അപ്പം ആ വെള്ളം ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ എനിക്കിതും ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ പമ്പ് ഒരെണ്ണം, അതിന് പമ്പ് വന്ന് മേടിക്കണം. എല്ലാം ഒന്ന് വെച്ചതിന് ശേഷം പഴയതുപോലെ ഒന്ന് സെറ്റാക്കണം. ഇതിപ്പം പമ്പ് ഇങ്ങനെയല്ല ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് പകുതി സാധനങ്ങൾ ഇട്ടിട്ടില്ല. കാരണം പമ്പ് കേടായത് കാരണം ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ, ഒന്നും സെറ്റ് ചെയ്തില്ല. അപ്പം കാൽഭാഗമാകാതെ ഒന്നും അറിയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അത് കാരണം ഇപ്പം സമയം പോകുന്നു. അപ്പം ഞാൻ ബാക്കി എൻ്റെ പരിപാടിയിലോട്ടൊന്ന് നടക്കട്ടെ. ഗൈസ്, ഇതാണ് വെള്ളത്തിൻ്റെ അവസ്ഥ. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഞാനിപ്പോഴത്തെ വെള്ളം മൊത്തം കുളമായിട്ടിരിക്കുവാണ്. അപ്പാടെ മൊത്തം അഴുക്കാണ് വെള്ളം. കാരണം ഒരു ഫിൽറ്റർ കേടായത് കൊണ്ട് വന്ന ഒരു പ്രോബ്ലമാണിത്. ഈ വെള്ളം മൊത്തം കളയാതെ ഒരു നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ഞാൻ മോട്ടർ ഒന്നെടുത്ത് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. കാരണം ഇത് പറ്റണമെങ്കിൽ സമയം എടുക്കും. നമ്മളിത് മോട്ടർ കുളത്തിലോട്ട് ഇറക്കി വെക്കാൻ പോവാണ്. കുളത്തിലോ ഇറക്കി ഓക്കെ, താഴെ എത്തി. നമ്മൾ ഈ വെള്ളം വേറെ എങ്ങോട്ടുമല്ല, ഇവിടെ ഒരുപാട് ചെടികളും കാര്യങ്ങളും ഉണ്ട്. ഗൈസ്, നിങ്ങൾ ഒരു കാര്യം കാണിക്കാൻ ഞാൻ വിട്ടുപോയതെന്ന് വെച്ചാൽ, ഇതാണ് ഞാൻ പറഞ്ഞ പമ്പ്, കേടായ പമ്പാണിത്. ഇതിൻ്റെ ഇത് കണ്ടോ, RS731000 ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ. 5000 ലിറ്റർ മണിക്കൂർ ഇത് എടുക്കുന്ന ഒരു പമ്പായിരുന്നു ഇത്. പക്ഷേ എന്താ പറയാനാ, സാധനം അടിച്ചു പോയി. ഗൈസ്, എന്താ ചെയ്യാൻ പറ്റും? ഈ സാധനം അടിച്ചു പോയത് കൊണ്ട് വന്ന ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ നിങ്ങളീ ഞാൻ കാണിച്ചതല്ല. നമുക്ക് ആ പൈപ്പിന് നീളത്തിന് ഒരു പ്രശ്നമുണ്ട്. അത് കാരണമാണ് പരമാവധി പൈപ്പ് കണക്ഷൻ കൊടുത്താണ് ഇവിടെ വരെ ഇത്ര നീളമാക്കിയത്. ഈ ചെടികൾക്കെല്ലാമാണ് ഓടിച്ചു വെക്കുന്നത്.
ഒരു 15 മിനിറ്റ് നേരം നമ്മളൊരു റെസ്റ്റ് കൊടുക്കുവാണ്. കാരണം വെയിൽ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ, ഫിൽറ്ററിൻ്റെ അകത്തെ വെള്ളം ഞാൻ മൊത്തം കളഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് അഴുക്കിരിക്കുന്നത് കണ്ടോ. കാരണം ഒരുപാട് മീനുണ്ട്, ആ മീനിൻ്റെ എല്ലാം അഴുക്കുകളാണ്. ഈ ഒരു മോട്ടർ തന്നെയായിരുന്നു 4 ദിവസം ഓടിക്കൊണ്ടിരുന്നത്. മറ്റേ മോട്ടർ കേടായത് കാണും. അപ്പം എല്ലാം കൂടി ഇതിൻ്റെ അകത്ത് കയറി. അപ്പം ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. ഗായ്സ്, നമ്മൾ ഒരു അരമണിക്കൂറത്തെ റെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയിരിക്കുവാണ് ബാക്കി പരിപാടി നടത്താനായിട്ട്. അതിന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു അണ്ണൻ വരുമെന്ന്. ആ അണ്ണൻ്റെ പേരാണ് സുനിയാണ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ മീൻകുളം മൊത്തം റെഡിയാക്കുന്നത്. ഞാനില്ലാത്ത സമയത്ത് മീൻകുളം മൊത്തം റെഡിയാക്കാൻ നോക്കുന്നതല്ല, ഈ സുനിയണ്ണനാണ്. സുനിയണ്ണൻ്റെ മോനും ഉണ്ട് ഇവിടെ, അജിത്തെ. അവനാണ് ഇതുവരെ ഇവിടുത്തെ മീൻകുളം കണ്ടിട്ടില്ല. അവനും വന്നതാണ് ഇവിടെ. അജിത്തെ ഒരു ഹായ് കൊടുക്കടാ. ഗായ്സ്, നമ്മുടെ സുനിച്ചേട്ടൻ്റെ മോനാണ് ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് അവനങ്ങ് കയറാൻ അവന് മനസ്സ് വരുന്നില്ലെന്ന്. അജിത്തെ എന്തുവാ, എങ്ങനെയുണ്ട്? കേട്ടില്ലടാ. ഒരു രക്ഷയില്ലല്ലേ. വെള്ളം ക്ലിയർ ആയിട്ടില്ല ഗൈസ്. അത് ഭയങ്കര അഴുക്കാണ് വെള്ളം മൊത്തം. ഇതൊരു ഗൗരാമിക്കൊരു ഇൻഫെക്ഷൻ ഏതാണ്ട് ഉണ്ടെന്നൊരു തോന്നുന്നു. ഇനി എല്ലാം അങ്ങനെയൊന്ന് എടുക്കണമല്ലോ. അവനത് പേടിച്ചു പോയി. ആർക്കും 2 അടി അടിച്ചപ്പോൾ മീനുകളെല്ലാം ഓക്കെ ആയി. സത്യം പറഞ്ഞാൽ ഒരുപാട് പേടിച്ചു. മീനുകളെല്ലാം മലന്നായിരുന്നു. എന്താവും ജീവിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ നല്ല ഉള്ളിലുണ്ടായിരുന്നു. കാരണം അതുപോലെ അഴുക്കായിരുന്നു അടിയിൽ. ഇപ്പം നമ്മൾ വെള്ളം നിറച്ചിട്ടില്ല. ഒരു 1/4 ഭാഗം വെള്ളം മാത്രമേ ഇപ്പോൾ ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ ഒരു 2500 ലിറ്റർ വെള്ളം ഇപ്പോൾ ഇതിൻ്റെ അത് ഒഴിച്ചിട്ടുള്ളൂ. ബാക്കി ഫിൽറ്റർ വെച്ചൊന്ന് ക്ലിയർ ആയതിന്, ആ വെള്ളം ക്ലിയർ ആയിട്ട് ബാക്കി വെള്ളം ഒഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. അല്ലെങ്കിൽ ആ കിടക്കുന്ന അഴുക്കും നമ്മൾ വെള്ളം ഇപ്പം നിറയ്ക്കാൻ പോയാൽ അത് പിന്നെയും ഇതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ വെള്ളം ഒന്ന് ക്ലിയർ ആയിട്ട് ഒഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. ഇതിപ്പോൾ ഈ ഫിൽറ്ററെല്ലാം കഴുകി സെറ്റാക്കി ഫിൽറ്റർ ഇപ്പം ഓണാക്കി. കണ്ടില്ലേ, ക്ലിയർ വെള്ളമാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം കയറുന്നത്. ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് കയറി വരും. അതിൻ്റെ അകത്ത് വെള്ളം, മീൻകുളത്തിലെ വെള്ളം ക്ലിയർ ആയിട്ടില്ല. അതിൻ്റെ അകത്ത് കുറച്ച് അഴുക്കുകളുണ്ട്. അപ്പോൾ ആ അഴുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വഴിയേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മീനിനെ എടുത്ത് മൊത്തത്തിൽ എവിടെ മാറ്റിയിടാനുള്ള ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ ജീവനോടെ നിൽക്കുമെന്ന് തന്നെ നമുക്ക് ഒരു പേടിയുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പം ഒരാഴ്ചയെങ്കിലും വരും ഈ വെള്ളം ഒന്ന് ക്ലിയർ ആയി വരും. ക്ലിയർ ആയതിനു ശേഷം നമ്മൾ പഴയതുപോലെ പഴയ ലെവലിൽ എടുക്കും. ആണ് മീനുകളെല്ലാം ഓക്കെ ആയി വന്നു തിരിച്ച്. ഇപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഏണി ഞാൻ എടുത്തിട്ടില്ല. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് അത് ഞാൻ അതിൻ്റെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഓക്കെയാണ് ഗൈസ്. ഇപ്പോൾ കുളമെല്ലാം കഴിഞ്ഞ് ഇപ്പം ശകലം വെള്ളം ഞാൻ പറഞ്ഞല്ലോ 2500 ലിറ്റർ ഇപ്പോൾ വെള്ളം ഇതിൻ്റെ അത് കാണും. അങ്ങനെ ഒഴിച്ചാണ് ഇപ്പം നിർത്തിയിരിക്കുന്നത്. പക്ഷേ വെള്ളം ക്ലിയർ ആയിട്ടില്ല. മീനിൻ്റെ ആ കളറുകൾ മാത്രം ജസ്റ്റ് ഒന്ന് കാണുന്നതേ ഉള്ളൂ. ഇതൊന്ന് ക്ലിയർ ആകണമെങ്കിൽ നമ്മൾ ഫിൽറ്ററിൽ വെച്ച് ക്ലിയർ ആക്കാനാണ് പരിപാടി. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? എയർ ഫിൽറ്ററെല്ലാം പൈപ്പെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഫിൽട്രേഷൻ എല്ലാം നല്ലപോലെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം ജീവനും എല്ലാ മീനും നല്ല ജീവൻ വെച്ചിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു സന്തോഷമുണ്ട്. ഗായ്സ്, ഞാനിവിടെ വീഡിയോ നിർത്തുവാണ്. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം.